വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് വൈറലാകാനുള്ള തന്ത്രവുമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് പരക്കെ ഉയർന്ന ആക്ഷേപം. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി ആർക്കെതിരെ എന്തും സംസാരിക്കാൻ യാതൊരു മടിയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ വി.ഡി. സതീശനുള്ളത്. സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിക്ക് നൽകുന്ന എല്ലാ പദവികളും കൊടുത്തിരിക്കുന്ന സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ. എന്നാൽ കുറച്ചു നാളായി വി.ഡി. സതീശന്റെ പെരുമാറ്റം തന്റെ പദവിക്ക് ചേരുന്നതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാൻ നാവിന് ലൈസൻസ് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ. ഏത് വിഷയത്തിലും അനാവശ്യമായി കയറി സംസാരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനുള്ള ശ്രമമാണ് വി.ഡിക്കെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സർക്കാരിനെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങളുമായാണ് ദിവസവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വരവ്. മെട്രോമാൻ ഇ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ. സർക്കാരിന് ഇപ്പോൾ ഇ ശ്രീധരനോട് താല്പര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതി നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കും, അതല്ല മറിച്ച് പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെങ്കിൽ എതിർക്കും, സാധാരണക്കാരെ ബാധിക്കുമെങ്കിൽ പദ്ധതി അനുവദിക്കില്ല. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നല്ലോ, ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുമാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. തന്റെ കൂടെ കൊണ്ടു നടക്കുന്ന PR ടീം വീഡിയോയുടെ വായിൽ നിന്ന് സർക്കാരിനെതിരായി എന്ത് വീണാലും അത് ലൈവായി ഷൂട്ട് ചെയ്ത് പുറത്തുവിടും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇത്ര കണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ നേതാവ് വേറെ ഉണ്ടോ എന്നും സംശയമാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമായതുകൊണ്ട് കാര്യമുണ്ടോ നേതാവേ എന്ന് ചോദിക്കുന്നവരാണ് മറുപക്ഷത്ത് കൂടുതൽ. സംസ്ഥാന സർക്കാരിനെതിരെയോ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിലോ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനോ മുൻനിരയിൽ നിൽക്കാനോ വി.ഡി. സതീശന് സാധിക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രതിപക്ഷ MLA-മാരെ മുഴുവൻ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ അദ്ദേഹത്തിന് അതിനേക്കാൾ തിരക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാണെന്നാണ് ആക്ഷേപം. വി.ഡി. സതീശന്റെ കുറച്ചു ദിവസങ്ങളായുള്ള പ്രധാന ഇര വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വന്നത് കുട്ടികളുടെ ഗതികേടാണെന്നും ഇത്രയും വിവരദോഷികൾ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രിസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നുമുള്ള പരാമർശം സതീശൻ നടത്തിയിരുന്നു. ഇത്തരത്തിൽ അപക്വമായി പ്രതികരിക്കുന്ന നിലയിലേക്കാണോ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വളർച്ച എന്ന് ചോദിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. നിയമസഭയിലെ ശൂന്യവേളയിലടക്കം ഉയർന്ന വാദപ്രതിവാദങ്ങൾക്കിടെയായിരുന്നു സതീശന്റെ വ്യക്തിപരമായ അധിക്ഷേപം. നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് സതീശൻ പരിഹരിച്ചിരുന്നു. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രിയെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അധിക്ഷേപിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വൻ ചർച്ചയായിരുന്നു. കൂടാതെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ലോകോത്തരമായി മാറുന്ന സാഹചര്യത്തിലാണ് അടിസ്ഥാനരഹിതവും വ്യക്തിപരവുമായ പ്രതിപക്ഷ നേതാവിന്റെ അധിക്ഷേപ പരാമർശം. വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാത്രമല്ല, സാമുദായിക നേതാക്കളുമായും അത്ര സുഖത്തിലല്ല വി.ഡി. സതീശൻ എന്നാണ് സത്യം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എന്നിവർ സാമുദായിക ഐക്യമെന്ന ആശയവുമായി ഒന്നിച്ചത് വി.ഡിയെ നേരിടാനായിരുന്നു. തുടക്കത്തിലെ ഐക്യത്തിന്റെ പരിപാടികൾ പാളിയെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ നാവിന് കടിഞ്ഞാണിടാൻ നോക്കി നിൽക്കുന്നവർ ചുറ്റിനുമുണ്ടെന്ന കാര്യം പകൽ പോലെ സത്യമാണ്. ഇതുപോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ല. ഭരണം പിടിക്കാൻ മന്ത്രിമാരുടെ മുതുകത്ത് കയറുകയല്ല വേണ്ടതെന്നത് സതീശൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ തഗ് ഡയലോഗ് അടിക്കുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. അതുകൊണ്ടൊന്നും ജനങ്ങളെ കയ്യിലെടുക്കാനും സാധിക്കില്ല.